നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 25-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്ന എല്ലാ ഉപഭോക്താക്കളും അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. LPG പാചകവാതക കണക്ഷനുള്ളവർക്കായി കേന്ദ്ര സർക്കാരും എണ്ണ കമ്പനികളും നിർബന്ധമാക്കിയിട്ടുള്ള KYC പൂർത്തിയാക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞെങ്കിലും ഇതുവരെ ചെയ്യാത്തവർക്ക് ഇപ്പോഴും അത് പൂർത്തിയാക്കാനുള്ള അവസരമുണ്ട്. രാജ്യത്ത് ഏകദേശം 30% ആളുകൾ അനധികൃതമായി ഗാർഹിക പാചകവാതകം കൈവശം വെച്ചിട്ടുണ്ടെന്നാണ് എണ്ണ കമ്പനികളുടെ കണക്കുകൂട്ടൽ. ഇത്തരം വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് KYC നിർബന്ധമാക്കിയത്. വരുന്ന സെപ്റ്റംബർ മാസം മുതൽ KYC ചെയ്യാത്തവരെ മുഴുവൻ അനധികൃത പട്ടികയിൽ ഉൾപ്പെടുത്തി കണക്ഷൻ റദ്ദാക്കാനും ഗ്യാസ് വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുത്താനുമുള്ള നടപടികൾ ആരംഭിക്കും. അതിനാൽ ഗ്യാസ് വിതരണം മുടങ്ങാതിരിക്കാൻ ഉപഭോക്താക്കൾ എത്രയും വേഗം KYC നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. ഇതിനു പുറമെ സിലിണ്ടർ ബുക്കിംഗുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ്. നിങ്ങളുടെ ഗ്യാസ് ഏജൻസി സ്ഥിതി ചെയ്യുന്നത് ഒരു നഗരപ്രദേശത്താണെങ്കിൽ അതായത് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഒരു സിലിണ്ടർ എടുത്ത് 25 ദിവസങ്ങൾക്ക് ശേഷമേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കൂ. എന്നാൽ ഏജൻസി ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ അടുത്ത സിലിണ്ടറിനായി 40 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. ഇതിനൊപ്പം ഉപഭോക്താക്കൾക്ക് കൂടുതൽ തിരിച്ചടിയാകുന്നത് വരാനിരിക്കുന്ന വില വർധനവാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ കാരണം ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില ബാരലിന് $100 എത്തുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധനവില കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ വരുന്ന സെപ്റ്റംബർ 1-ാം തീയതി മുതൽ ഗ്യാസ് സിലിണ്ടറുകൾക്ക് വീണ്ടും വില വർദ്ധിക്കാനാണ് സാധ്യത. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ആഴ്ചയിലെ പ്രവൃത്തി ദിവസങ്ങൾ 5 കുറയ്ക്കുക, ജീവനക്കാർ മുന്നോട്ട് വെക്കുന്ന മറ്റാവശ്യങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ച് ബാങ്ക് ജീവനക്കാർ രാജ്യവ്യാപകമായി സമരത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ 11-ന് പണിമുടക്കാൻ 9 ബാങ്ക് ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും യൂണിയനുകളുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് നോട്ടീസ് നൽകിക്കഴിഞ്ഞു. വെള്ളിയാഴ്ചയായ സെപ്റ്റംബർ 11-ലെ പണിമുടക്കിന് ശേഷം സെപ്റ്റംബർ 12 2-ാം ശനിയാഴ്ചയും 13 ഞായറാഴ്ചയും ബാങ്ക് അവധിയായതിനാലും സെപ്റ്റംബർ 14-ന് ഗണേശ ചതുർത്ഥി പ്രമാണിച്ച് ചില സംസ്ഥാനങ്ങളിൽ പ്രാദേശിക അവധിയുള്ളതിനാലും തുടർച്ചയായി 4 ദിവസം ബാങ്കുകൾ അടഞ്ഞുകിടക്കാൻ സാധ്യതയുണ്ട്. ഇത് വ്യാപാര വ്യവസായ മേഖലകളിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം. 5 ദിവസ ബാങ്കിംഗ് നടപ്പാക്കുന്നതിലെ കാലതാമസം, പെൻഷൻ പരിഷ്കരണ വിഷയങ്ങൾ എന്നിവയിൽ പ്രതിഷേധിച്ചാണ് ബാങ്ക് ജീവനക്കാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിനു പുറമെ സെപ്റ്റംബർ 28 മുതൽ 3 ദിവസത്തെ തുടർച്ചയായ മറ്റൊരു സമരത്തിനും സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 2024 മാർച്ച് 8-ന് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനുമായി 5 ദിവസ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പുവെക്കുകയും ഇതിന്റെ ഭാഗമായി തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള പ്രവൃത്തി സമയം ദിവസേന 40 മിനിറ്റ് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ശുപാർശ സർക്കാരിന് കൈമാറി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അന്തിമ തീരുമാനം വൈകുന്നതാണ് യൂണിയനുകളെ ശക്തമായ സമരത്തിലേക്ക് നയിച്ചത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പലതരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുന്നതിന്റെ പശ്ചാത്തലത്തിൽ PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്ന നിരവധി കർഷകരാണ് ഇനി വീണ്ടും KYC നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ടോ എന്ന സംശയവുമായി മുന്നോട്ട് വരുന്നത്. എന്നാൽ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ എല്ലാവരും നിർബന്ധമായും വീണ്ടും അക്ഷയ കേന്ദ്രങ്ങളിലോ CSC കേന്ദ്രങ്ങളിലോ എത്തി KYC ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരോ PM കിസാൻ ഔദ്യോഗിക പോർട്ടലോ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 23-ാമത്തെ ഗഡു തുക യാതൊരു തടസ്സവുമില്ലാതെ അക്കൗണ്ടിൽ ലഭിച്ചിട്ടുള്ള എല്ലാ കർഷകർക്കും പ്രത്യേകമായി മസ്റ്ററിങ്ങോ മറ്റ് നടപടികളോ കൂടാതെ തന്നെ അടുത്ത 24-ാമത്തെ ഗഡു തുകയും ലഭിക്കുന്നതാണ്. സാധാരണയായി ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ ഗഡു വിതരണം ഒക്ടോബർ അവസാനത്തോടെയോ അല്ലെങ്കിൽ നവംബർ ആദ്യ വാരത്തോടെയോ നടക്കാനാണ് സാധ്യത. ഇതിനു പുറമെ PM കിസാൻ സമ്മാൻ നിധി പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ആവശ്യമായ സാമ്പത്തിക ഫണ്ട് വകയിരുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിലും ഈ സാമ്പത്തിക സഹായം കർഷകർക്ക് തുടർച്ചയായി ലഭ്യമാകും. എങ്കിലും തുകയിൽ തൽക്കാലം മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഒരു വർഷത്തിൽ 5000-ഓ 8000-ഓ അല്ല, മുൻപത്തെ പോലെ തന്നെ 6000 രൂപ 3 ഗഡുക്കളായും മാത്രമായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. വരും ദിവസങ്ങളിൽ ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് തുക വർദ്ധിപ്പിക്കുന്നതിലോ മറ്റു നിബന്ധനകളിലോ എന്തെങ്കിലും മാറ്റങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൊണ്ടുവരുമോ എന്നത് ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്.
അത്തരം ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നതുവരെ നിലവിലുള്ള അതേ ഘടനയിൽ തന്നെയായിരിക്കും തുക ലഭിക്കുക. അതിനാൽ നിലവിൽ കർഷകർ ആരും തന്നെ ഭയന്ന് KYC ചെയ്യുന്നതിനായി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതില്ല. എന്നാൽ നിങ്ങളുടെ PM കിസാൻ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അതിൽ പ്രത്യേകമായി KYC അല്ലെങ്കിൽ KYC ചെയ്യണം എന്ന് കാണിക്കുകയോ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഔദ്യോഗിക സന്ദേശം ലഭിക്കുകയോ ചെയ്തവർ മാത്രം അടിയന്തരമായി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ പോർട്ടൽ വഴിയോ അത് പൂർത്തിയാക്കിയാൽ മതിയാകും. അല്ലാത്തപക്ഷം അക്ഷയ കേന്ദ്രങ്ങൾ സന്ദർശിക്കാത്തതിന്റെ പേരിൽ ആരുടെയും ആനുകൂല്യ തുക മുടങ്ങുകയില്ല. ഭാവിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും KYC സംബന്ധിച്ചോ ഗഡു വിതരണ തീയതികളെക്കുറിച്ചോ എന്തെങ്കിലും പുതിയ ഔദ്യോഗിക അറിയിപ്പുകൾ വരികയാണെങ്കിൽ അത് കൃത്യമായി പൊതുജനങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ജനങ്ങളുടെ നിത്യജീവിതത്തിന് ഏറെ ആശ്രയമായി നിലകൊള്ളുന്ന ഓഗസ്റ്റ് മാസത്തെ സാമ്പത്തിക ക്ഷേമ പെൻഷൻ വിതരണ പ്രക്രിയ മുൻഗണനാക്രമങ്ങൾ കൃത്യമായി പാലിച്ച് ഓഗസ്റ്റ് 19 സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രതയോടെയും വേഗതയോടെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന ദീർഘനാളത്തെ പൊതു അവധി ദിനങ്ങളും ആഘോഷവേളകളും കണക്കിലെടുത്ത് സാധാരണക്കാരുടെ കൈകളിൽ കൃത്യസമയത്ത് പണം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ വിതരണ പ്രക്രിയയിൽ യാതൊരു വിധത്തിലുള്ള സാങ്കേതികമോ അല്ലാത്തതോ ആയ കാലതാമസം ഉണ്ടാകരുതെന്ന് ഭരണ സംവിധാനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ള സർക്കാർ വരും ഓഗസ്റ്റ് 31 തീയതിക്കുള്ളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള ബാങ്ക് ട്രാൻസ്ഫറുകളും പ്രാദേശിക സഹകരണ ഏജന്റുമാർ മുഖേന നേരിട്ടുള്ള പണക്കൈമാറ്റങ്ങളും പൂർണ്ണമായും പൂർത്തിയാക്കാനുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക വിഹിതമായ 200 മുതൽ 500 രൂപ വരെയുള്ള തുകയ്ക്ക് അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് നിലവിൽ സംസ്ഥാന വിഹിതം പൂർണ്ണമായും ലഭ്യമായിട്ടുണ്ടെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട കുടിശ്ശിക തുക കൂടി ഈ ആഴ്ച തന്നെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്ന് ഉറപ്പു ലഭിച്ചിട്ടുണ്ട്. തങ്ങളുടേതായ പ്രദേശങ്ങളിലെ സഹകരണ സംഘങ്ങളിലോ ബാങ്കുകളിലോ ഫണ്ട് എത്തിയിട്ടുണ്ടോ എന്ന് ആശങ്കപ്പെടുന്ന സാധാരണക്കാർക്ക് വലിയ ആശ്വാസമേകുന്നതിനായി പെൻഷൻ തുക കൈപ്പറ്റിയവർ ആ വിവരം താഴെ കമന്റായി പങ്കുവയ്ക്കുന്നത് ഏറെ ഉപകാരപ്രദമായിരിക്കും. അതോടൊപ്പം തന്നെ ഭാവിയിലും യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ ഈ ക്ഷേമനിധി തുക കൃത്യമായി കൈപ്പറ്റുന്നതിനായി എല്ലാ ഗുണഭോക്താക്കളും വരും ദിവസങ്ങളിൽ നിർബന്ധമായും പൂർത്തിയാക്കേണ്ട ചില സാങ്കേതിക നടപടിക്രമങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വരാനിരിക്കുന്ന സെപ്റ്റംബർ മാസം 30 തീയതിക്കകം പൂർത്തിയാക്കേണ്ട ബയോമെട്രിക് മസ്റ്ററിംഗ് പ്രക്രിയ. പൊതുജനങ്ങൾക്ക് തങ്ങളുടെ ആധാർ കാർഡുമായി തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുന്ന പ്രത്യേക ക്യാമ്പുകൾ പ്രയോജനപ്പെടുത്തിയോ 30 രൂപ നിരക്കിലുള്ള ഫീസ് നൽകി ഈ പ്രക്രിയ പൂർത്തിയാക്കാവുന്നതാണ്. എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തുവാൻ കഴിയാത്ത വിധം ഗുരുതരമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു പോരുന്നവർക്കും കിടപ്പ് രോഗികൾക്കും സർക്കാർ ഇതിൽ പ്രത്യേക ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇത്തരക്കാർക്കായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ 50 രൂപ നിരക്കിൽ നേരിട്ട് വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കി നൽകുന്നതാണ്. കൂടാതെ ഭാവിയിൽ പെൻഷൻ വിതരണ സംവിധാനം പൂർണ്ണമായും സുതാര്യവും വേഗതയേറിയതുമാക്കുന്നതിന്റെ ഭാഗമായി നേരിട്ടുള്ള പണക്കൈമാറ്റം ഘട്ടങ്ങളായി നിർത്തിവെച്ച് തുക പൂർണ്ണമായും ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രം നൽകാനുള്ള വിപുലമായ പരിഷ്കാരങ്ങൾ സർക്കാർ ആലോചിച്ചു വരികയാണെന്നും ഇതിന്റെ ഭാഗമായി നിലവിൽ സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തവർ വരും മാസങ്ങളിൽ തന്നെ പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാൻ ശ്രദ്ധിക്കേണ്ടതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരങ്ങളും പുതിയ നിർദ്ദേശങ്ങളും അപേക്ഷാ തീയതികളും വരുന്ന മുറയ്ക്ക് നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതായിരിക്കുമെന്നും വ്യക്തമാക്കുന്നു. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ് തുടരുന്നു. ശനിയാഴ്ച ഉണ്ടായ വർധനവിന് പിന്നാലെ ഇന്നലെ തിങ്കളാഴ്ചയും സ്വർണ്ണ നിരക്കുകൾ കുത്തനെ ഉയർന്നു. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 15,030 രൂപയും പവന് 640 രൂപ വർദ്ധിച്ച് 1,20,240 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഓഗസ്റ്റ് 22 ശനിയാഴ്ച പവന് 1,19,600 രൂപയിലായിരുന്നു വ്യാപാരം നടന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.